എൻ്റെ ചെറുപ്പത്തിലല്ലേ ഞാൻ എൻ്റെ ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെ ആയിരുന്നു കേട്ടോ താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ സ്കൂളൊക്കെ അവിടെ അടുത്തായിരുന്നു. അവർ ഏജ്ഡ് ആയതുകൊണ്ട് തന്നെ എൻ്റെ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താനൊന്നും കഴിഞ്ഞിരുന്നില്ല കേട്ടോ. മാത്രമല്ല അവർക്കാണെങ്കിൽ എൻ്റെ സിലബസിനെ കുറിച്ച് ഒരു കുന്തും അറിയില്ലായിരുന്നു. അങ്ങനെ എൻ്റെ പഠനത്തിൽ എന്നെ സഹായിച്ചിരുന്നത് ഈ ലൈബ്രറി ആയിരുന്നു കേട്ടോ. എനിക്ക് എന്ത് സംശയം വന്നാലും ടീച്ചേഴ്സ് ഹോംവർക്ക് വന്നാലും ഞാൻ ആശ്രയിച്ചിരുന്നത് ഈ ലൈബ്രറി ആയിരുന്നു. നിങ്ങൾക്കറിയോ നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങരയാണ് ഈ ലൈബ്രറിയുടെ പിന്നിലെന്ന്? എന്തായാലും ഞാൻ അങ്ങേരുടെ വലിയൊരു ഫാനാണ് കേട്ടോ. എല്ലാ ആഴ്ചയിലെ വെള്ളിയാഴ്ചയിലായിരുന്നു ലൈബ്രറി കിട്ടിയിരുന്നത്. ഞാൻ സ്കൂളിലായിരുന്നു ലൈബ്രറി വരുത്തിച്ചിരുന്നത്. സ്കൂളിലെ പിയൂൺ ചേട്ടൻ ലൈബ്രറി കൊണ്ടുവരും. ചില ലക്കങ്ങളിൽ നമുക്ക് ഗിഫ്റ്റ്സ് ഒക്കെ കിട്ടാറുണ്ട് കേട്ടോ. വല്ല നെയിം സ്ലിപ്പോ മുഖമൂടിയോ അങ്ങനെ വല്ലതും ആയിരിക്കും. അടുത്ത ലക്കത്തിൽ ഇന്ന ഗിഫ്റ്റ് ഉണ്ടാവും എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. പിന്നീട് അങ്ങോട്ട് അടുത്ത ലക്കം വരാനുള്ള കാത്തിരിപ്പായിരിക്കും. ഒരു ദിവസം ഉണ്ടല്ലോ, സ്കൂളിലെ മാത്സ് ടീച്ചർ ഞങ്ങൾക്കൊരു ഹോംവർക്ക് തന്നു കേട്ടോ. ഞാൻ കുറേ കുത്തിയിരുന്ന് ആലോചിച്ചു. എനിക്കതിൻ്റെ ആൻസർ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവസാനം ഞാൻ ലൈബ്രറി നോക്കി കോപ്പി അടിച്ചു കേട്ടോ. പിന്നെ രാവിലത്തെ ഫസ്റ്റ് പീരീഡ് മാത്സ് ആയിരുന്നു. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നുണ്ട് ഹോംവർക്ക് ചെയ്തോന്നൊക്കെ. അപ്പോഴേക്കും ടീച്ചർ ക്ലാസ്സിൽ കയറി വന്നു. പിന്നീട് അങ്ങോട്ട് സംഭാഷണമായിരുന്നു. ആരൊക്കെ ഹോംവർക്ക് എഴുതി, ആരൊക്കെ എഴുതിയില്ല. കുറേ ആൾക്കാർ നിൽക്കുന്നു. ഞാൻ എന്തായാലും ഇരിക്കുന്ന കൂട്ടത്തിലായിരുന്നു. ടീച്ചർ എൻ്റെ അടുത്തെത്തി എൻ്റെ ബുക്ക് നോക്കി. എന്നിട്ട് എന്നെ നോക്കി ചോദിച്ചു, നീ ഇതെവിടെ നോക്കി കോപ്പി അടിച്ചതാണ്? അപ്പോഴേക്കും ഞാൻ എണീറ്റ് നിന്നു കേട്ടോ. പിന്നെ എന്നോട് ചോദിച്ചു, ലൈബ്രറി ആയിരിക്കും അല്ലേ എന്ന്. ഞാനപ്പോൾ തലയും ചൊറിഞ്ഞ് ആലോചിച്ചു, എന്നാലും ഈ ടീച്ചർ എങ്ങനെ കണ്ടുപിടിച്ചു? ടീച്ചർ കൊടുക്കത്ത ബുദ്ധി തന്നെയാണ്. പിന്നീടല്ലേ എനിക്ക് കാര്യം മനസ്സിലായേ. ലൈബ്രറിയിൽ സ്റ്റെപ്സ് ഒന്നും ഉണ്ടാവില്ല, ആൻസേഴ്സ് ഡയറക്റ്റ് എഴുതിയതായിരിക്കും. അങ്ങനെ എൻ്റെ ടീച്ചർ കണ്ടെത്തിയത് കേട്ടോ. ഇന്നത്തെ തലമുറയ്ക്കാണെങ്കിൽ ഒത്തിരി ഉണ്ട്. പലതരം ആപ്പുകളും ഗൂഗിളിലും എല്ലാം നോക്കാം. എന്തായാലും അന്നൊക്കെ എന്നെ ഒത്തിരി പഠനത്തിൽ ഹെൽപ്പ് ചെയ്ത ലൈബ്രറിക്ക് ഇരിക്കട്ടെ ഒരു കുതിരപ്പവൻ. നിങ്ങളുടെ പഠന സഹായി എന്തായിരുന്നു? കമൻറ്റ് ചെയ്യണം കേട്ടോ. അതെല്ലാം ഇപ്പോൾ ഒരു ഓർമ്മയായി. എല്ലാം ഞാനൊരു ചെറു പുഞ്ചിരിയോട് കൂടി ഓർക്കുന്നു. ഇന്നത്തെ എൻ്റെ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ.